ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. അസ്വസ്ഥപ്പെടേണ്ട. മകനെ ഓർത്ത് വല്ലാണ്ട് ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങളെ സങ്കടപ്പെടേണ്ട. കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. പോലീസ് കേസിൽ കർത്താവ് ഇടപെടും, കർത്താവ് ഇടപെടും. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. അത് സംഭവിക്കും, സംഭവിക്കും, സംഭവിക്കും. ശരീരത്തിലെ മരവിപ്പ് കർത്താവ് എടുത്ത് മാറ്റുന്നു. പ്രത്യേകിച്ച് വലത് മുട്ടിനോട് ചേർന്ന്, വലത് കാൽ മുട്ടിനോട് ചേർന്ന് വലിയൊരു മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരു സഹോദരി വലിയ ഭാരത്തിൽ ഇവിടെയുണ്ട്. കർത്താവ് ആ സഹോദരിയുടെ കാലിൽ ഇത് ബലം നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, കർത്താവെ ഈ പോട്ടാശ്രമത്തിലെ അത്ഭുതത്തിന്റെ അഭിഷേകത്തിന്റെ കൂടാരത്തിൽ ഞാൻ ഈ വ്യക്തിയുടെ കൈ ചേർത്ത് പിടിക്കുന്നു. കർത്താവെ, ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തി ആരാണെന്നോ, ഈ വ്യക്തിയുടെ കുടുംബം, ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവെ, അങ്ങേക്കെല്ലാം അറിയാം. ഈ വ്യക്തിയെ കരം ചേർത്ത് ഞാൻ ഈ അൾത്താരയിലേക്ക് വെക്കുന്നത്. കർത്താവെ, ഈ വ്യക്തിയിൽ അത്ഭുതകരമായൊരു കാര്യം സംഭവിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവ്, ഈ ശബ്ദവലയത്തിനുള്ളില് ആരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഈ വചന ശുശ്രൂഷ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ഈ ശബ്ദവലയത്തിനുള്ളിലുള്ള പല ജാതിയിലും മതത്തിലും വർഗത്തിലും ഭാഷയിലും പെട്ട ദൈവജനത്തിൻ്റെ മേല് വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. കർത്താവെ, അനുഗ്രഹം ഒഴുകപ്പെടട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെയല്ല, ഞങ്ങളുടെ കൂടെയല്ല, മറ്റ് സഹോദരങ്ങളുടെ കൂടെയാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ കൂടെയല്ല. കൈപൊക്കാൻ പേടിയാണോ? നേരിട്ട് കൈപൊക്കിക്കോ. സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, സഹോദരങ്ങൾ അവരാണ് നോക്കുന്നത്. കൈ പൊക്കിയവരെ ദേ ഇങ്ങോട്ട് നോക്കിക്കേ. കിട്ടുന്ന ഏറ്റവും അടുത്ത സമയത്ത് പോയി അപ്പൻ്റെ അമ്മയുടെ അടുക്കെ പോയി വെറുതെ അങ്ങോട്ട് ഇരുന്നോണം കേട്ടോ. ആ വീട്ടിലൊക്കെ ചിലപ്പോൾ കയറാതൊക്കെ ഉണ്ടാവും. ചെല്ലണം, എന്നിട്ട് അപ്പൻ്റെ അമ്മയുടെ അടുക്കെ പോയി ഇരിക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞതിന്റെ പേര് പുറത്തിറങ്ങുമ്പോൾ കല്ല് വെച്ച് എറിയുവോ? ചെയ്യണം. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം ഈ പറയണേ. അപ്പനെ അമ്മേനെയും നമ്മൾ സ്നേഹിച്ചാൽ, ബഹുമാനിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. അത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കണ്ടോ? ദീർഘകാലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദീർഘകാലം ജീവിച്ചിരിക്കും. എട്ടാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെയാണ്. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ബലം, ബലം, ബലം. നിന്റെ വീട് പണിതപ്പോഴത്തേക്ക് അടിത്തറ എത്ര ബലം ഉണ്ടെന്നുള്ളത് നോക്കിയായിരുന്നോ? ഈ അടിത്തറയുടെ ബലം അവിടെ കുഴിച്ചിട്ട് സിമെന്റും ഇരുമ്പ് കമ്പിയിലും കല്ലിലുമല്ല,
മറിച്ച് അപ്പനെയും അമ്മേനെയും ബഹുമാനിച്ചതിലാണ് കുടുംബത്തിന്റെ ബലം, കുടുംബത്തിന്റെ സുരക്ഷിതത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9ാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം പഠിപ്പിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. മഹത്വം എന്ന് പറഞ്ഞാൽ നല്ല പേര് കിട്ടും, നാട്ടിലെ നല്ല പേരുണ്ടാവും. ഈ പേരുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇലക്ഷന് നിൽക്കാനല്ല പറഞ്ഞത്. പേരുണ്ടാവാൻ എന്ത് ചെയ്യണം? നാട്ടില് വേറെ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ടെന്ന്, സ്വന്തം വീട്ടിലെ അപ്പനെ അമ്മേനെ നമ്മൾ സ്നേഹിച്ചാൽ നല്ല പേര് കിട്ടും. 10ാമത്തെ അനുഗ്രഹം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം, കഷ്ടതയുടെ ദിനത്തിൽ നിനക്ക് അത് കാരുണ്യത്തിനായി ഭവിക്കും. നിനക്കൊരു കഷ്ടത വരുമല്ലോ, ആ കഷ്ടത വരുമ്പോൾ നിനക്ക് കാരുണ്യമായി ഇത് കൂടെ ഉണ്ടാവും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ അപ്പനെ അമ്മേനെ നോക്കിയവർക്ക് അഭിമാനിക്കാം. കാരണം ഈ ശുശ്രൂഷ ചെയ്തത് വഴി നിന്റെ കഷ്ടതയുടെ നടുവിൽ ഇതൊരു അനുഗ്രഹം പോലെ കടന്നു വരും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിലൊരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ അടുത്ത വശവും കൂടെ പറഞ്ഞില്ല, മോശമല്ലേ? അതായത് അപ്പനെ അമ്മേനെയും ബഹുമാനിച്ചാൽ സ്നേഹിച്ചാൽ ഇന്ന 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 കാര്യങ്ങൾ കിട്ടും. 10 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തോണം. ഇങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതാ വചനം പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം പഠിപ്പിക്കണ എന്നാന്നറിയോ? അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. അടിത്തറ ഇളകും. വീടിന്റെ സമാധാനത്തിന്റെ അടിത്തറ ഇളകും. അമ്മേനെ അപ്പനെയും വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് അടിത്തറ ഇളകും. 2ാമത്തെ കാര്യം ഇതാ വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം പഠിപ്പിക്കുന്നത്, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. നമ്മളെക്കുറിച്ച് മോശം നാട്ടിൽ സംസാരം ഉണ്ടാവുന്നു. അപകീർത്തിക്കിരയാകും. അപകീർത്തി, നല്ല പേര് കിട്ടില്ല, അപകീർത്തി ഉണ്ടാവും നമ്മളെക്കുറിച്ച്. അപ്പനെ അമ്മേനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചില്ലെങ്കിൽ. 3ാമത്തെ കാര്യം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. ദൈവദൂഷണത്തിന് തുല്യമാണെന്ന്. ഇത്ര വലിയ ഭീകരമായ കാര്യങ്ങളാ പറയുന്നേ. ദൈവദൂഷണത്തിന് തുല്യമാണ്. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു തിമോത്തി, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 5 വേഴ്സ് 1, 5-ാം അധ്യായം 1-ാം വചനം, നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, അപ്പനെയോ അമ്മയെ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. കണ്ടോ? അപ്പനെ അമ്മേനെയും പ്രാഗിയാൽ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, മലയാള വാക്ക് അങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പനെയും അമ്മയും പ്രാഗിയാൽ കൂരിരുട്ടിൽ വിളക്ക് കെട്ടുപോകും. കൂരിരുട്ടില്, ഇരുട്ട്, ആ ഇരുട്ടിൽ ആകപ്പാടെ വിളക്ക് മാത്രമാണ് ഒരാശ്രയം. ആ വിളക്കങ്ങ് കെട്ടുപോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം പഠിപ്പിക്കുന്നു, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്നവൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. ഈ അടുത്ത നാളുകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരപ്പനെ ഒരു മകൻ ഉപദ്രവിക്കുന്നത്. അതിൻ്റെ താഴത്ത് ഇഷ്ടം പോലെ കമൻറ്റുകളൊക്കെ കണ്ടു. ഇവൻ ആരാണ്, ഇവന് ശരിയാക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അപ്പനെ അങ്ങനെ ഉപദ്രവിക്കാവോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ചോദ്യം, ഈ കമൻ്റ് ഇട്ട അല്ലെങ്കിൽ ഇത് കണ്ട നമ്മളോടാണ്. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ യൂട്യൂബിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമ്മളെങ്ങനെയാണ് പെരുമാറണേ? അപ്പനെയും അമ്മയോടും നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? വചനം ഇങ്ങനെയാണ്, പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. വീണ്ടും
സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 17-ാം തിരുവചനം, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഇതൊരു വലിയ ശക്തമായ വചനം അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുണമായ അന്ത്യം, ദാരുണമായ അന്ത്യം. ഒരിക്കൽ കൂടെ വായിക്കാം. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഈ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കുടുംബങ്ങളിൽ വല്ലാണ്ട് ഭാരമുണ്ട്. അച്ഛാ, മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു. ഉണ്ടല്ലോ, മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു അച്ഛാ, മക്കൾ എന്നെ ചീത്ത പറയുന്നു അച്ഛാ, മക്കൾ അനുസരിക്കുന്നില്ല അച്ഛാ. കൊള്ളാം, ചിന്തിക്കണം. നീ നിന്റെ അപ്പനെ നിന്റെ അമ്മയെ വേണ്ട വിധത്തിൽ നീ സ്നേഹിച്ചിരുന്നോ? വേണ്ട വിധത്തിൽ പരിഗണിച്ചിരുന്നോ? ശുശ്രൂഷ ചെയ്തിരുന്നോ? എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദാ ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. പോരാ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ആ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിനു മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം മനസ്സിൽ ഓർത്തോണം. കണ്ണടച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലായിരിക്കാം. ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം കിട്ടുന്നത്. ഒരുപക്ഷെ ചില സമയത്ത്, ചില പ്രായത്തിൽ ഇതിനൊന്നും പറ്റിയിട്ടില്ലായിരിക്കാം. ആ കാലഘട്ടത്തിൽ നമ്മുടെ തെറ്റായ ചിന്ത മൂലം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, കരയിപ്പിച്ചിട്ടുണ്ടാവും. ഈ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്ത് നിന്റെ അപ്പനെയും അമ്മേനെയും കുറിച്ച് നീ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ എന്ന് പറഞ്ഞ് മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേൽ ഈ നിമിഷങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കരുണ എൻ്റെ മേൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, നിന്റെ ശക്തി എന്റെ കുടുംബത്തിന് വെളിപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തില് ഏതെങ്കിലും പീഡകൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ആ പീഡകള്, ആ ദുഃഖങ്ങള്, ഭാരങ്ങൾ എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനങ്ങള് ദാ നമ്മുടെ കുടുംബങ്ങളില് ഇത് പേടിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ ഒരു കടപ്പാട് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട്, കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഒരുപക്ഷെ മാതാപിതാക്കളെയൊക്കെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി കണ്ണുനീര് വരുത്തിയ ആ നാളുകളിൽ നമ്മുടെ ബുദ്ധിയും ബോധമൊന്നും അത്ര ഉണ്ടായിരിക്കണമെന്നില്ല. നമുക്ക് തെളിച്ചുണ്ടായിരുന്നില്ല, വചനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പം നമുക്ക് അറിവുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് സംഭവിച്ച ആ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നമ്മുടെ മക്കളിലോട്ട് കടന്നു ചെല്ലരുത്. അവര് നമ്മളെ സ്നേഹിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കർത്താവെ, ഒരു കാരണവശാലും ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഞങ്ങളുടെ മക്കളിലോട്ട് കടന്നു ചെല്ലല്ലേ. തലമുറയായിട്ട് ആ പീഡ നിൽക്കരുതേ.
കുടുംബത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കറിയാം കർത്താവെ. അപ്പനെ അമ്മേനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ ആരാധനയിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം, ശക്തിയുള്ള വചനം, ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. കണ്ണടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഇതാ പ്രഭാഷകന്റെ പുസ്തകം 10 വാഗ്ദാനങ്ങൾ, 10 അനുഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ പഠിപ്പിച്ചു. ഈ സമയം ഒന്ന് ചിന്തിക്കുക. എൻ്റെ അപ്പനെയും അമ്മേനെയും ഞാൻ വേണ്ട വിധം ബഹുമാനിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നിന്നിൽ ഇടപെടുന്ന സമയമാണ്. എൻ്റെ സഹോദര സഹോദരി, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പനും അമ്മയും മരിച്ചുപോയെങ്കിൽ അവരുടെ സാന്നിധ്യം ഇതാ തൊട്ട് മുമ്പിൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. സ്വർഗത്തിലാണ് അവരെന്ന് നീ അങ്ങ് വിശ്വസിച്ചോ? ദേ അവർ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിന്റെ തൊട്ട് മുമ്പിലുണ്ട്. അപ്പൻ്റെ അമ്മയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക. മുഖം മനസ്സിൽ കാണുക. അപ്പനും അമ്മയും അവരുടെ മുഖം മനസ്സിൽ കണ്ട് നിന്റെ തൊട്ട് മുമ്പിൽ ഇത് ഈ ആരാധന സമയത്ത് അവരും ഉണ്ടെന്ന് നീ വിശ്വസിക്കുക. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും തകർച്ചകൾ, ഏതെങ്കിലും അസ്വസ്ഥതകൾ, പീഡകൾ ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പനെ അമ്മേനെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേണ്ടത്ര ശ്രദ്ധ അവർക്കും കാരുണ്യം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അത് ദുഃഖത്തിന് കാരണമാകുമല്ലോ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മളിവിടെ പാടി പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം. ഓരോ വ്യക്തിയും മനസ്സിൽ ഇങ്ങനെ കടന്നു പോകണം. അപ്പനോടും അമ്മയോടും ഞാൻ എങ്ങനെ പെരുമാറി? ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പരിഗണന, സ്നേഹം കൊടുക്കണ്ടേ? മരിച്ചുപോയെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്? അടുത്ത തലമുറയിലേക്ക് ഈ ഒരു ദുഃഖം പടരാതിരിക്കാൻ കർത്താവേ, ഈ ആരാധനയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുമീ മാതാപിതാക്കളെയെന്നും, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചേ. കണ്ണുകളടച്ചോ. കർത്താവേ, കുരിശോട് ചേർത്ത് എൻ്റെ ജീവിതവും സമർപ്പിക്കുന്നു. എനിക്ക് പലപ്പോഴും ഒത്തിരി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ, എൻ്റെ ആശയങ്ങൾക്ക് അവരെതിര് നിൽക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ സ്വപ്നങ്ങൾക്ക് അവർ എതിർപ്പാണെന്ന് കരുതി ഞാൻ എൻ്റെ വായിൽ വന്നത് പലതും ഞാൻ അവരെ പറഞ്ഞു, ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകളെയും ഓർത്ത് കുരിശോട് ചേർത്ത് ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തികളെയും ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയൊഴുക്കണമേ. കരങ്ങൾ ഇങ്ങനെ കുരിശോളം വിരിച്ചു പിടിച്ച് കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച്
കുറവുകളുള്ളവരായിരിക്കാം, ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം, അവരുടെ ആരോഗ്യം അധികപ്പറ്റാണെന്നു ചൊല്ലി നീ ഒരു നാളും വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. രണ്ട് കരങ്ങളും വിരിച്ചു പിടിക്കുമ്പോൾ ഒരുപക്ഷെ കൈകൾക്ക് വേദനയുണ്ടാവും. ആ കരങ്ങൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചൊരു ത്യാഗം പോലെ നീട്ടിപ്പിടിച്ചോ കർത്താവേ, എൻ്റെ ശരീരത്തിൽ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ഈ സമർപ്പിക്കുന്ന ഈ ത്യാഗം എൻ്റെ കുടുംബങ്ങളിലേക്ക് തലമുറ തലമുറയായിട്ട് കർത്താവേ അനുഗ്രഹം വ്യാപരിക്കട്ടെ. എൻ്റെ മാതാപിതാക്കളിലൂടെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് എനിക്കറിയാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് വന്ന വീഴ്ചകൾ എൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കാതിരിക്കാൻ കർത്താവേ കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം, സൗന്ദര്യമില്ലാവാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം, നെഞ്ചകം മുറിയുന്ന വാക്കുകൾ ചൊല്ലി നീ വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കൂ നീ മാതാപിതാക്കളെയെന്നും. യേശുവേ, നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈ നിമിഷങ്ങളിൽ നീ ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ വാക്കുകളും പ്രവർത്തികളും ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? കർത്താവേ, എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരുണ വ്യാപരിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ പീഡകളും മാറാൻ, എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറാൻ, എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും കൃഷിയിടങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടുവാൻ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വ്യാപരിക്കപ്പെടട്ടെ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ